അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നല്ലവരായി സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വലിയ ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഇൽമ പഠിക്കാൻ പറ്റുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് ഒരുപാട് സന്തോഷം തരട്ടെ. സ്കൂളിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു നമുക്ക് ഉന്നതമായ വിജയം നൽകട്ടെ. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെല്ലാ ഷെറുകളെ തൊട്ടും കാക്കട്ടെ. അപ്പൊ തസ്കിയത്തുൽ ബിൽദാനിലെ രണ്ടാമത്തെ പാഠം, അഫലാ അകൂനു അബ്ദൻ ഷകൂറ, ഞാൻ നന്ദിയുള്ള ഒരു ദാസനായി ആകേണ്ടതില്ലയോ? അതിൻ്റെ തദ്രീബാത്താണ്. നഖറഉ, നമുക്ക് വായിക്കാം. ഇവിടെ രണ്ട് പദങ്ങൾ കിട്ടിയാൽ അത് മുലാഫും മുലാഫുൻ ഇലൈഹിയുമായിട്ട് സംഘടിപ്പിക്കണം. അപ്പോൾ അഹബ്ബുൽ ഖൽഖി, സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ളവർ, അത് അഹബ്ബു എന്നും അൽ ഖൽഖു എന്നും ഈ രണ്ടും കൂടിയതാണ്. അപ്പോൾ ഒന്നാമത്തേതിനെ പറ്റിയിട്ട് മുലാഫ് എന്നും രണ്ടാമത്തേതിനെ പറ്റി മുലാഫുൻ ഇലൈഹി എന്നും പറയും. അഹബ് എന്ന പദത്തിനെ ഖൽഖ് എന്ന പദത്തിലേക്ക് കൂട്ടി അലാഫ യുളീഫ് ഉലാഫത്ത്. അതുപോലെ തന്നെ അഖറബുൽ ഇബാദി, അഖറബ് എന്ന പദത്തിനെ അൽ ഇബാദ് എന്ന പദത്തിലേക്ക് ചേർത്തു, കൂട്ടി. അപ്പോൾ അഖറബിനെ പറ്റി മുലാഫ് എന്നും ഇബാദിനെ പറ്റി മുലാഫുൻ ഇലൈഹി എന്നും പറയും. അഷദ്ദു അന്നാസി, അഷദ്ദുന്നാസ് എന്നത് അഷദ്ദു എന്ന പദത്തിനെ അന്നാസ് എന്ന പദത്തിലേക്ക് അസദ്ദുന്നാസി എന്നാകും. അലമുന്നാസി, അലമു എന്ന പദത്തിനെ അന്നാസി എന്ന പദത്തിലേക്ക് ചേർത്തു, മുലാഫ് മുലാഫുൻ ഇലൈഹി. ഇതിനെപ്പറ്റി അത്തർക്കീബുൽ ഇലാഫിയു, തർക്കീബ് പദങ്ങൾ പരസ്പരം സംഘടിക്കാൻ പല കാരണങ്ങളുമുണ്ട്, പല രൂപവുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇലാഫിയായ തർക്കീബ്. ഇതുകൊണ്ട് അർത്ഥം പൂർത്തിയാകൂല, ബാക്കി കൂടി വേണം കേട്ടോ. നക്തുബുൽ മഅന, ഇനി അർത്ഥം പറയാനാ. ഇത് കഴിഞ്ഞിട്ടോ ഇനി നക്തുബുൽ മഅന, നമുക്ക് അർത്ഥം എഴുതാം. ഫുള്ള് വന്നോട്ടല്ലേ സ്ക്രീനുമ്പോൾ, നമുക്കത് ഫുള്ള് നോക്കി പറയാമല്ലോ. കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഫുള്ളും. ഷക്കൂർ, നന്ദിയുള്ളവൻ. ഇനി വളരെയെന്ന് കൂട്ടിക്കൊടുക്കാം, നന്ദി എന്ന് തന്നെ പറഞ്ഞാൽ മതി. നന്ദിയുള്ളവൻ. അസീർ, തിളച്ചു മറിയുന്ന ശബ്ദം, വെള്ളക്ക തിളച്ചു മറിയുന്ന ശബ്ദം. ഒക്കുബാർണ ഊയം, ലബിനാർണ ഇഷ്ടിക, നഷാത്ത് പറഞ്ഞ ഉന്മേഷം, ഹെഫ്റ് പറഞ്ഞാൽ കുഴിക്കൽ, ഹിർസ് പറഞ്ഞാൽ താല്പര്യം, അലച്ച ആർത്തി, മിർജൽ പറഞ്ഞാൽ കലെന്ന് പറയാ, ചെമ്പ് എന്ന് പറയാ, കുടുക്ക എന്ന് പറയാ, ചട്ടി എന്ന് പറയാ, മസീർ പറഞ്ഞാൽ യാത്ര, സഞ്ചാരം, ജമീൽ കൂട്ടുകാരൻ, കൂടെ യാത്ര ചെയ്യുന്നവളെ പറ്റിയ ജമീൽ അറിയാം. മുത്തമസിൽ പറഞ്ഞാൽ മാതൃകയാക്കപ്പെടുന്നവൻ, അവതരിപ്പിക്കുന്നവൻ, മാതൃകയാക്കപ്പെടുന്നവൻ അർത്ഥം കേട്ടോ. ഹഫ്ർ എന്ന് പറഞ്ഞാൽ കുഴിക്കൽ, കുഴി എന്നും പറയാം, കുഴിക്കൽ. ഹഫ്ർ പറഞ്ഞാൽ കുഴിക്കൽ മസ്തറാണ് വാസ്തവത്തിൽ അത്. ഇനി നക്തശിഫുൽ ഇജാബാത്ത്, നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരങ്ങൾ കണ്ടെത്താം, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ആ വലിയ ഇത്താണ് നമ്മുടെ പാഠഭാഗത്തിൽ ഉണ്ടാകുള്ളൂ. മറ്റത് ഞാൻ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി എഴുതിയതാട്ടോ. കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അശദ്ദുന്നാസി ഖൗഫൻ മിമ്മാ, ജനങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നവരായിരുന്നു, ഭയഭക്തി ഉള്ളവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? എന്തിനെ തൊട്ട്? വല്ലാതെ നബി തങ്ങൾ പേടിച്ചിരുന്നു. എന്തിനെ തൊട്ട്? മിൻ അദാബില്ലാഹ്, അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ട്, ശിക്ഷയെ തൊട്ട്. നബി തങ്ങളെ പോലെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെട്ടൊരു മനുഷ്യനും കഴിഞ്ഞു പോയിട്ടില്ല, അത്രമാത്രം ഭയമായിരുന്നു. രണ്ട്, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഅ്ളമുൻ നാസി ഹിർസൻ ഫീമാ, ജനങ്ങളിൽ ഏറ്റവും താല്പര്യമുള്ളവരായ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിൽ? ഫീ സവാബില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ വല്ലാണ്ട് ആഗ്രഹമുള്ള ആളായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് കണ്ടാൽ അത് മറ്റാളും കൊടുക്കാണ്ട് സ്വന്തം കൈവരിക്കാൻ വേണ്ടി അവിടുന്ന് കഠിനാധ്വാനം ചെയ്തിരുന്നു. നമ്മളോ ഒരു വിഷയം വരിക, മദ്രസൻ്റെ മുമ്പിൽ വെച്ച് പുല്ല് പറിക്കാണ്ട്, അപ്പം നമ്മളെന്താ ചെയ്യുക? എല്ലാം ഇങ്ങനെ മാറിക്കും. അങ്ങനെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കുള്ള പ്രതിഫലം ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിൽ ഞാനും കൂടി കൂടട്ടെ.
ഒന്നൊന്നും മാറിക്കാൻ പാടില്ല. അള്ളാഹു എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ വാങ്ങാൻ തയ്യാറാക്കണം. അത് എനിക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ സവാബ് നഷ്ടപ്പെടുത്തി കളയില്ല. സന്ദർഭം കണ്ടെത്താനാണ്. അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ. ഈ സന്ദർഭം എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘനേരം കാലുകൾ നീര് കെട്ടുന്നത് വരെ നിസ്കരിച്ചത് കണ്ടപ്പോൾ ചോദിക്കപ്പെട്ടു നബിയോട്. അപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടിയാണിത്. എന്തിനാ നബി എങ്ങനെ നിസ്കരിക്കണ്? കാലൊക്കെ നീര് വന്നില്ലേ? നിങ്ങൾക്ക് അള്ളാഹു പാപങ്ങളെ തൊട്ട് മറ തന്ന പ്രവാചകനല്ലേ? അങ്ങ് പാപം ചെയ്യാത്തൊരവസ്ഥയിൽ അള്ളാഹു സൃഷ്ടിച്ചതല്ലേ ഞങ്ങളെ? അപ്പോൾ പറഞ്ഞ ഫലാ അകൂനു അബ്ദൻ ശകൂറാ. ഇനി മറ്റൊന്ന്, മാ അൻതുമാ ബിഅഖ്വാ മിന്നി വലാ അന ബിഅഗ്നാ അനിൽ അജ്രി മിൻകുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹുവും മർസദ് ബിൻ അബിൽ മർസദ് റളിയല്ലാഹു അൻഹുവും ബദറിലേക്കുള്ള യാത്രയിൽ ഒരൊറ്റ ഒട്ടകത്തെ ഊയമിട്ട് സഞ്ചരിക്കുകയായിരുന്നു. നടക്കുന്ന ഊയം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന ഊയം വന്നപ്പോൾ കൂട്ടുകാർ രണ്ടുപേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒട്ടകപ്പുറത്ത് ഇരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം എനിക്കും വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയതാണിത്. മനസ്സിലായില്ലേ? രണ്ടാൾക്കാരും ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്. നബി തങ്ങളുണ്ട്, മർസദും ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ പോകുമ്പോൾ ഒരാൾ കുറച്ച് പേരും കയറും, എന്നിട്ട് അയാൾ ഇറങ്ങും, പിന്നെ മറ്റയാൾ കയറും, അയാൾ ഇറങ്ങും, പിന്നെ മറ്റയാൾ പിന്നെ ഇറങ്ങും. അങ്ങനെ പോകുമ്പോൾ നബി തങ്ങൾ പ്രായം കൊണ്ടും പ്രയാസമുള്ള ആൾ, പിന്നെ നേതാവൊക്കെ ആയപ്പം അനുയായികളായ ചെറുപ്പക്കാർ, ഞങ്ങൾ നടക്ക നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒട്ടകപ്പുറത്ത് പഞ്ചരിച്ചോളൂ, ഞങ്ങൾക്ക് പ്രശ്നമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൻതുമാ ബിഅഖ്വാ മിന്നി വലാ ബിഅഗ്നാ അനിൽ അജ്രി മിൻകുമാ. നിങ്ങൾ എൻ്റെക്കാട്ടും ശക്തരൊന്നുമല്ല, നിങ്ങളെക്കാളൊക്കെ ആരോഗ്യം എനിക്കുള്ളൂ. മാത്രമല്ല അള്ളാഹു തരുന്ന പ്രതിഫലം നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ പോലെ എനിക്കും അത് കിട്ടണ്ടേ. ബദറിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് പോയി ആ കൂലിയല്ലേ കിട്ടുള്ളൂ, നടന്നു പോയ കൂലിട്ട് നടക്കന്നെ വേണ്ടേ? അതുകൊണ്ട് എൻ്റെ സമയത്ത് ഞാൻ നടക്കൂട്ടോ. സുബ്ഹാനല്ലാഹ്. പിന്നെയോ നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുക, ഞങ്ങളിങ്ങനെ ഇരിക്കുക, നബി ഇങ്ങനെ പണിയെടുക്കുക. അത് നമുക്ക് സഹിക്കുമോ? നബി തങ്ങൾ പണിയെടുക്കുന്നത് കാണുമ്പോൾ ആവേശം ഉൾക്കൊണ്ട് മുസ്ലിങ്ങൾ ചിലർ പാടിയ പാട്ടാണിത്. ക്ഷീണിച്ചിട്ടേ പണി നിർത്തി കയറിയപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ പണിയെടുക്കുന്നത്. പിന്നെ അപ്പോൾ പിന്നെ സങ്കടമായി. മുത്ത് നബി ക്ഷീണം വകവെക്കാണ് പണിയെടുക്കണ്, നമ്മളിവിടെ വിശ്രമിക്കണ്. വേണ്ട, ആ നേതാവിൻ്റെ അധ്വാനവും സമർപ്പണവും കണ്ടപ്പോൾ അനുയായികൾ അങ്ങ് പാടിപ്പോയതാണ് കേട്ടോ. ആ പാട്ട് എപ്പോഴാണ് പാടിയത്? ഇദ്ഹബ് ഫഖുദ് ഗൈറഹാ ഫലസ്തു ബിഅഫ്ഖറ ഇലല്ലാഹി മിന്നീ. ഇദ്ഹബ് എന്തെച്ചാലേ മീൻകാട്ടോ, എന്തോ തെറ്റിയിട്ടുണ്ടാവും ഇബാറത്തിൽ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളി നിർമ്മിക്കുന്ന പണി എടുക്കുമ്പോൾ നബി തങ്ങളും ഇങ്ങനെ കല്ലും കൊണ്ട് പോവുകയാണ്, ഇഷ്ടിയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഒരാളൊന്നും നബിയെ നിങ്ങൾ എടുക്കണ്ട കേട്ടോ, ഞാൻ ഏറ്റിക്കോളാം, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, നിങ്ങൾ നബി അല്ലേ, പ്രവാചകനല്ലേ, നേതാവല്ലേ, സർവ്വസാധാരണ നേതാക്കന്മാരൊന്നും പണിയെടുക്കലോ നോക്കി നിൽക്കലുള്ളൂ, നിങ്ങൾ നിന്നോളൂ, ഞങ്ങൾ ചെയ്തോളാം, കല്ലിങ്ങോട്ട് തരീ. അവിടുന്ന് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ വേറെ കല്ല് പോയി എടുത്തു മോനെ, ഈ കല്ല് ഞാൻ തരൂല, കാരണം നിനക്ക് അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളതുപോലെ എനിക്കും അള്ളാഹുവിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. എന്നെക്കാൾ
നിനക്ക് അള്ളാഹ്നൊക്കെയുള്ള ആവശ്യമൊന്നുമില്ല, എനിക്കും ആവശ്യമുണ്ട്, എനിക്കും ആവശ്യമുണ്ട്. പിന്നെ അതെ, ഞാനിക്ക് ഇവിടെ ഫലസ്തൂന്ന് കണ്ടിട്ട് ഞാൻ എടുത്ത പുസ്തകത്തിൽ അങ്ങനെ ഫലസ്തൂന്നാണ് കോപ്പി എടുത്തപ്പോൾ തെറ്റിയതേക്കാരം. തെറ്റിപ്പാർക്കും സംഭവിക്കാമല്ലോ. ഞാനത് എന്നിട്ട് ഇപ്പോഴാണ് നോക്കിയത്, വായിച്ചപ്പോഴേ മറ്റേതിങ്ങനെ എഴുതിയിട്ടുള്ളേ. അപ്പോൾ ഫലസ്താൻ, അപ്പം ശരിയോ. ഫലസ്തബി അഫ്ഖറ ഇലല്ലാഹി മിന്നി, നീയല്ല അള്ളാഹുവിലേക്ക് എന്നെക്കാൾ ആവശ്യമുള്ളവൻ. നമ്മളങ്ങനെ എനിക്കങ്ങനെ തോന്നാൻ ആവശ്യം, ആ വാർത്ത എനിക്ക് അള്ളാഹിനൊക്കെയുള്ള തോന്നാൻ ആവശ്യമുണ്ടോ എന്നാണ് ആ വാർത്ത. ഫലസ്തു എന്നല്ല ഫലസ്താൻ ആക്കണം കേട്ടോ. പുസ്തകത്തിൽ ഫലസ്ത തന്നെ ആയിരിക്കും, ഞാൻ എഴുതി പറ്റിപ്പോയത്. അപ്പം ഞാൻ ഈ എഴുതിന അർത്ഥം പറഞ്ഞത് അതായത് തെറ്റിപ്പോയത് കേട്ടോ. പിന്നെ ഒരീത് മുഷാറക്കത്തഹും ബിൽ അജ്രി. അഹ്സാബ് അല്ല, ഇവിടെ സീനാണ് എഴുതിയിരിക്കുന്നത്, സാണ്. അഹ്സാബ് യുദ്ധത്തിൽ എന്താണ്, ഞാൻ നിങ്ങളോട് കൂലിയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു. ഇത് സന്ദർഭം വിശദീകരിക്കാനാണ്. ഞാൻ കൂലിയിൽ നിങ്ങളോട് പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു. അഹ്സാബ് യുദ്ധത്തിൽ, അതാ ഖന്തഖ് യുദ്ധത്തിൽ കിടങ്ങു കുഴിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കൊണ്ടിരിക്കുന്നു. സഹാബികൾ അങ്ങേക്ക് വിശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയാണിത്. മനസ്സിലായില്ലേ? ഖന്തഖ് യുദ്ധം അഥവാ അഹ്സാബ് യുദ്ധത്തിൽ നബിതങ്ങൾ ഖന്തഖ് ഇങ്ങനെ കിടങ്ങനെ കീറിക്കൊണ്ടിരിക്കുകയാണ്. നബിതങ്ങൾ പണിയെടുക്കുന്നുണ്ട്, വിശ്രമിക്കുന്നുണ്ട്, പിന്നെയും പണിയെടുക്കുന്നുണ്ട്, വിശ്രമിക്കുന്നുണ്ട്, എല്ലാവരും മരിക്കും. അപ്പോൾ സഹാബത്തിന് വേദനയായി. ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ നിങ്ങൾ പണിയെടുക്കേണ്ട, ഞങ്ങൾ എടുത്തോളാം, കാര്യം നടക്കും ഇൻഷാ അല്ലാഹ്, നിങ്ങൾ വിശ്രമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഉരീദ് മുഷാറക്കത്തക്കും ഫിൽ അജ്രി, നിങ്ങളോട് കൂലിയിൽ പങ്കുചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയോ നസ്തഅമിലു, വാക്യങ്ങളിൽ പ്രയോഗിക്കാം. ഫിൽ ജുമലി, വാക്യങ്ങളിൽ പ്രയോഗിക്കുക, സെൻറ്റൻസ് ഉണ്ടാക്കുക കേട്ടോ. മുഷാരിക്കു എന്നത് വാക്ക് ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക. അന്നഹു കാന മുഷാരിക്കൻ ലഹും ഫീ ഹഫ്തിൽ ഖന്തഖി, ഖന്തഖ് കുഴിക്കുമ്പോൾ അവരോട് കൂടെ പങ്കുചേരുമായിരുന്നു. മുഷാരിക്ക് എന്ന് പറഞ്ഞാൽ കാനൻ്റെ ഇസ്മായിട്ട് ഖബറായിട്ട് വന്നു. ആ മുഷാരിക്ക് എന്ന് പറഞ്ഞത് ലഖിയ റജുലുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖിയ എന്ന വാക്ക് ഉപയോഗിച്ച്, ഫെയിൽ ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി, ഒരു വാക്യം ഉണ്ടാക്കി. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ കണ്ടു. തൊഫിഖ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണം. തൊഫിഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഖുലു മഅഹുമുൽ ലബന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുകൂടെ കല്ലിങ്ങനെ മാറ്റുമായിരുന്നു, കട്ടങ്ങനെ മാറ്റുമായിരുന്നു. യൻഖുലു എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവുകയും പണിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തൊഫിഖ റസൂൽ. അപ്പോൾ ഈ വാക്ക് ഉപയോഗിച്ച് ഇവിടെ ഒരു വാക്യം ഉണ്ടാക്കി. ഹറസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ലൽ ഹിർസി ഫി സവാബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഠിനമായി അലച്ചു വെക്കുന്നവരായിരുന്നു അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ. കുല്ലൽ ഹിർസ്, എല്ലാ നിലക്കും അലച്ചു വെക്കുന്നവരായിരുന്നു അള്ളാഹിൻ്റെ കൂലിൻ്റെ കാര്യത്തിൽ, ദുന്യാവിന് വേണ്ടിയല്ല. തവർറമ എന്ന വാക്കുപയോഗിച്ച്, ഫെയിൽ ഉപയോഗിച്ച് ഒരു പദം ഉണ്ടാക്കണം, സെൻറ്റൻസ് ഉണ്ടാക്കണം. കാമ ഹത്താ തവർറമത്ത് ഖദമാ. ഇവിടെ ഖദമ് എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ടാണ് തവർറമത്ത് പറഞ്ഞത് കേട്ടോ. ഹത്താ ഖാമ, എത്രത്തോളം നബിതങ്ങൾ നിസ്കരിച്ചു. ഹത്താ തവർറമത്ത് ഖദമാ, ഇവിടുത്തെ രണ്ട് കാലും നീര് കെട്ടിപ്പോയി. അവിടെ നമുക്ക് ഇവിടെ തവർറമ എന്ന വാക്ക് ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ്, വാചകം ഉണ്ടാക്കി, സെൻറ്റൻസ് ഉണ്ടാക്കിയപ്പോൾ ശരിയായില്ലേ? എല്ലാം നോക്കിയില്ലേ? ഓക്കെ. ഇനി നക്തു മഖാലത്തുൻ ഔസാഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കാനാണ്. ഇപ്പം തന്നെ അത്യാവശ്യം എത്ര മിനിറ്റായി? കുറേ മിനിറ്റായില്ലേ? നിങ്ങളത് എന്ത് ചെയ്താൽ മതി, അങ്ങോട്ട് വായിച്ചാണ് എഴുതിക്കാണ് കേട്ടോ. ഞാൻ ഒരു 10 പോയിൻ്റ് ഇട്ട് എഴുതിക്കാണ്. അത് നിങ്ങൾക്ക് ലേഖനാക്കണമെങ്കിൽ ലേഖനാക്കാം, എന്തും ആക്കാം. ലേഖനം തന്നെ ആക്കാൻ തുടങ്ങിയാൽ മതി, ലേഖനത്തെ ശൈലിയിലാക്കിയാൽ മതി കേട്ടോ. 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത്
കൽബിൽ ഏറ്റിത്തരണേ അല്ലാഹ്. ഉമ്മാക്കുപ്പാക്കും ദീർഘായുസും ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.